അന്ധകാരത്തെ ഇല്ലാണ്ടാക്കണം, നീക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ചുരുക്കം ഈ ഭാഗവതം നമുക്കൊക്കെ ആത്മബോധമുണ്ടാക്കി തരും, നമ്മുടെ അജ്ഞാന അന്ധകാരത്തെ ഇല്ലാണ്ടാക്കി തീർക്കും. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഉപദേശിച്ചിട്ടുള്ളതാണ്. എന്തിനാ അദ്ദേഹം അത് ഉപദേശിച്ച്? സംസാരിണാം കരുണയാഹ, നമ്മളോടുള്ള കൃപ ഒന്ന് മാത്ര. ഈ മഹാത്മാക്കൾ എന്തിനാ അവരെ ശരീരമോ ആരോഗ്യം പോലും നോക്കാതെ ഇങ്ങനെ പ്രവർത്തിക്കണത്? നമ്മൾ കാണുന്നില്ലേ അമ്മയുടെ ദർശനത്തിനൊക്കെ അമ്മ ഇരുന്നാൽ മണിക്കൂറുകളോളം ഇരിക്കണത്? എന്തിനാ ഇങ്ങനെ ചെയ്യണത്? ഭക്തന്മാരൊക്കെ പറയും, ഓ അമ്മ ശരീരം നോക്കണം, ആരോഗ്യം നോക്കണം, ശരിയല്ലേ? പക്ഷേ എന്താ അവർ നോക്കാത്തത്? അവർക്ക് ഈ ദുഃഖം അനുഭവിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ ഓ കൃപാമൂർത്തികളാണ് അവർ, കാരുണ്യഭാകരങ്ങളവർ. അവർക്ക് മറ്റുള്ളവരെ ദുഃഖം കണ്ടിട്ട് മിണ്ടാണ്ടിരിക്കാൻ പറ്റില്ല. ഒരാളെങ്കിലും ഈ ദുഃഖത്തിൽ നിന്നും മോചിപ്പിക്കാൻ സാധിച്ചോ? ആ കൃപയാണ് അവരെ